കളർ ഇങ്ങനെ കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് താവണ്ടല്ലായിരുന്നു. ജസ്റ്റ് പിടിച്ചോ ആയിക്കോട്ടെ പോലെ. തിയേറ്റർ സൽമാൻ്റെ തിയേറ്ററിലുള്ള ഗൂഗിൾ ഇഷ്യൂ എല്ലാവരും അതിൻ്റെ പല വശങ്ങളെ കുറിച്ചിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയത്ത് സൽമാൻ എന്നുള്ളൊരു ആൾ ഒരു ഫിലോസഫി സ്റ്റുഡൻ്റാണ്. അപ്പോൾ പൊതുവെ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിനകത്തുള്ള ഒരു പ്രധാന ചർച്ച അല്ലെങ്കിൽ കേസ് എടുത്തത് പോലും ദേശീയ ഗാനത്തിനെതിരെ കൂവി അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറി, പിന്നെ മാനിക്കേണ്ട സിമ്പലുകളെ അപമാനിച്ചു. അപ്പോൾ ഈ സാധനങ്ങൾ പ്രത്യേകിച്ച് സൽമാൻ എന്നുള്ള വ്യക്തിയാണെങ്കിലും അവിടെ ഈ ഇഷ്യൂ നടന്ന സ്ഥലം സിനിമാ തിയേറ്റർ, അതിൽ ആരോപിതരായ വ്യക്തികൾ സൽമാനും അവരുടെ സുഹൃത്തുക്കളും അവരൊക്കെ യുവാക്കളായ സ്ഥിതിക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ആയ സ്ഥിതിക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇഷ്യൂ പൊതുവേ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുന്ന യൂത്ത് കൾച്ചർ എന്നുള്ള സംഭവം നമുക്കറിയാം. ടി ലൂക്കോസിനെ പോലുള്ള ഗവേഷകർ കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ ബേസ് ചെയ്ത് നടത്തിയ പഠനങ്ങൾ, അതിലൊക്കെയുള്ള ഒരു പ്രധാന സംഭവം വെച്ചാൽ യൂത്ത് കൾച്ചർ, യുവജനതയുടെ അണുമ്പെണ്ണടക്കമുള്ള യൂത്തിൻ്റെ കൾച്ചർ എന്നുള്ളത് അത്രമാത്രം ഒരു നെയ്വായിട്ടുള്ളൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു ടോപ്പിക്കല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ടി ലൂക്കോസൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്ന് മാത്രം ഏത് തരം ജാതി വിഭാഗമാണ്, ഏത് ജാതി അല്ലെങ്കിൽ അതിൻ്റെ യൂത്തിൻ്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഡ്രസ് കോഡാണെങ്കിലും അവരുടെ ഒരു സംസാര ഭാഷയാണെങ്കിലും അവരുടെ മറ്റ് കൺസ്യൂം ചെയ്യുന്ന സംഭവത്തെ നിസ്സാരമായിട്ടൊരു കൺസ്യൂമറിസം എന്നൊക്കെ മറ്റിൽ പരമ്പരാഗതമായ ഇടതുപക്ഷം കാണുന്ന പോലെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ടി ലൂക്കോസിനൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു വാദത്തെയും കാര്യങ്ങളെയും പഠനങ്ങൾ മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ഒരു മികച്ച സന്ദർഭമാണ് സൽമാൻ്റെ ഈ ദേശീയഗാനത്തെ അവഹേളിച്ചു, സിനിമാ തിയേറ്ററിൽ നിന്ന് കൂകി എന്നൊക്കെ പറയുന്ന ഈ സംഭവം വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ വെളിവാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സബ് കൾച്ചർ എന്ന് പറയുന്ന സംഭവം ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് 90-ക്ക് ശേഷമൊക്കെ ഗ്ലോബലൈസേഷൻ വരുന്നു. നമുക്ക് 90-ക്ക് ശേഷം കേൾക്കുന്ന ചർച്ചയാണ് ആഗോളവൽക്കരണം, സമൂഹം ആഗോളവൽകൃതമാവുന്നു, ഗ്ലോബലൈസ്ഡ് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമൂഹം ഗ്ലോബലൈസ്ഡ് ആവുന്നതിൻ്റെ സോഷ്യോളജിയിലേക്കുള്ള പ്രധാന ചർച്ചകളൊന്ന് യൂത്ത് കൾച്ചർ വളരെയധികം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അധികം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. യുവാക്കളുടെ ഡ്രസ് കോഡിലൂടെ യുവാക്കളെവിടെയും അവരുടെ സംഭാഷണ ശൈലിയാണെങ്കിലും ഡ്രസ് കോഡിലാണെങ്കിലും ഒക്കെ വളരെയധികം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പ്രത്യക്ഷപ്പെടൽ ഭരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും വേറെ ഏതൊരു അതിൻ്റെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ സംരക്ഷകരായി സ്വയം കരുതുന്ന ആൾക്കാർക്ക് അത് വലിയ ഇടങ്ങേറുണ്ടാക്കുന്നു. അപ്പോൾ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യൂത്തിൽപ്പെട്ട ആണോ പെണ്ണോ ആരായാലും ഒരു സിഗരറ്റ് വലിക്കുന്നതോ ഒരു പ്രത്യേക അളവിൽ ഒരു പ്രത്യേകതരം സ്കിന്നി പാൻറ് ഉപയോഗിക്കുന്നതോ മുടി പ്രത്യേക രീതിയിൽ വെട്ടുന്നതോ ഒന്നും അത്ര വെറും പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു 90-ക്ക് മുമ്പൊക്കെ പറയുന്ന പോലെ ഫാഷൻ എന്ന് പറഞ്ഞ മാതിരി മാത്രം കാണാൻ നിലവിലുള്ള ഭരിക്കുന്നവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സൽമാനിലെ കേസിൽ. കാരണം വെച്ചാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ മുടി വെട്ടാം, എങ്ങനെ പാൻറ് ഇടാൻ പോകും. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലോ വേസ്റ്റ് ജീൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് കുറിച്ച് ചാവക്കാട് ഭാഗങ്ങളിലുള്ള പോലീസ് കേസെടുക്കുന്നു. അപ്പോൾ അത് വ്യക്തമാവുന്ന കാര്യമുണ്ട്. കാരണം യൂത്ത് കൾച്ചർ എന്നുള്ളത് പണ്ടൊക്കെ കരുതിയിരുന്നത് പോലെ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലോ മാത്രം കണ്ടിരുന്ന ഒരു ആർക്കും ഉപദ്രവം ഉണ്ടാവാത്ത ഒരു ജീവിത രീതിയല്ല. കാരണം നമുക്കറിയാം കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ദൂരെ ഏതോ രാജ്യങ്ങളിലുള്ള വ്യക്തികളെ, സംഭവങ്ങളെ, പ്രധാന ചെഗുവേരയെ കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഫോട്ടോകളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ എവിടെ ഒരു ചെഗുവേരുണ്ടായിരുന്നു, അയാൾ ഭയങ്കര വിപ്ലവകാരിയായിരുന്നു. അല്ലെങ്കിൽ ബോബ് മാർലി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലല്ല വേറെ ഏതോ സ്ഥലത്ത് ആരൊക്കെ ചെയ്ത് ആരാധിക്കാനും വായിക്കാനും ആസ്വദിക്കാനും ഒക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ കേട്ട് അയവിറക്കാനാവുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇവിടെ
പൊതുവെ ഇൻ്റലക്ച്വൽസൊക്കെ അതിനെ മനസ്സിലാക്കുന്ന രീതി. പക്ഷേ അത് ഒരു ജീവിത രീതിയാണെന്നും യൂത്ത് കൾച്ചർ എന്ന് പറയുന്ന സാധനം ഒരു റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിരമായി മനസ്സിലാക്കിയ ഒരു ഇടതുപക്ഷ അർത്ഥത്തിൽ മാത്രമല്ല, അതിനകത്ത് യൂത്ത് കൾച്ചർ എന്ന സംഭവവും ഫാഷൻ എന്ന് പറയുന്ന സംഭവവും ഒരിക്കലും അതൊരു പാസീവായിട്ടുള്ള നെയ്വായിട്ടുള്ള സംഭവമല്ല എന്ന് വെളിവാക്കുന്ന ഒരു ഉദാഹരണമാണ് സൽമാനിൽ വ്യക്തമാണ്. അതിന് എൻ്റെ ഏറ്റവും മറ്റൊരു വർഷമാണ് ഇപ്പോൾ ഹിജാബിനെ കുറിച്ചുള്ള ചർച്ച. അല്ലെങ്കിൽ ഒരു തലയിൽ തട്ടമുഴുകാലിൽ ഹിജാബ് അല്ലെങ്കിൽ ഡ്രസ് കോഡ് വലിയ സംഭവം മാറുന്നത് ആ ഫാഷൻ എന്ന് പറയുന്ന സാധനവും യൂത്ത് കൾച്ചറും ഒന്നും ഒട്ടും നെയ്വായ പാസീവായിട്ടുള്ളൊരു പരിപാടിയല്ല. അത് പല സ്ഥലങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു ഒരു കാര്യമാണെന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം എനിക്ക് തോന്നുന്നു ഈ സൽമാൻ്റെ ഈ പ്രവൃത്തിയെ കാണുന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് വേറെ സെഡിഷൻ ലോ അല്ലെങ്കിൽ മറ്റ് കുറേ സംഭവങ്ങളിലൂടെ കാണുന്നില്ല. പക്ഷെ കുറേ കൂടി ഇതൊരു യൂത്ത് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് അതിർത്തികൾ വെച്ചിട്ടുണ്ട്. അവൻ്റെ സൽമാൻ നടത്തിയ പ്രസ്താവന അതിൽ പിന്നെ ഫൗളായ ലാംഗ്വേജ് ഉപയോഗിച്ചു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സത്യത്തിൽ യൂത്ത് കൾച്ചറിനെ യുവാക്കളെ ഒക്കെ ആഘോഷിക്കണമെന്നും പ്രൊമോട്ട് ചെയ്യണമെന്നും യുവത എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിളപ്പിൻ്റെയും ചോരത്തിളപ്പിൻ്റെയും സംഭവങ്ങളാണെന്നൊക്കെ തെരുവിലൊക്കെ പോസ്റ്ററുകളിലും ഒക്കെ എഴുതി വെക്കുന്ന DYFI പോലുള്ള സംഘടനകളൊക്കെ തന്നെയും മനസ്സിലാക്കേണ്ട ഒരു സംഭവം കൂടി ഈ സൽമാൻ എപ്പിസോഡിൽ വ്യക്തമാണ്. കാരണം നിങ്ങൾ കാണിച്ചു തന്നതല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ ചെകുവേരയുടെ സ്റ്റിക്കർ തെരുവിലൊട്ടിക്കുകയും ഈ യുവത്വത്തിൻ്റെ നിറം ചുവപ്പാണെന്ന് പറയുകയും ചെയ്യുന്ന ആ പാസീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല യൂത്ത് കൾച്ചർ. അത് കൃത്യമായ ഒരു വേറെ തരത്തിൽ സ്റ്റാറ്റസ് കോ തന്നെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള ഒരു പണി തന്നെയാണെന്നുള്ളതാണ് സൽമാൻ അതിലൂടെ കാണിച്ചു തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതൊന്ന് പോസ്റ്റ് ചെയ്തോ ശരി.